എല്ലാ നേരവും സ്തുതി പാടും, ആത്മാവിൽ വാഴും യേശുക്കേ. എല്ലാ നേരവും സ്തുതി പാടും, ആത്മാവിൽ വാഴും യേശുക്കേ. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്ന് പാടും, ഹല്ലേലൂയാ ഹല്ലേലൂയാ. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്ന് പാടും, ഹല്ലേലൂയാ ഹല്ലേലൂയാ. എല്ലാ നേരവും സ്തുതി പാടും, ആത്മാവിൽ വാഴും യേശുക്കേ. എല്ലാ നേരവും സ്തുതി പാടും, ആത്മാവിൽ വാഴും യേശുക്കേ. കർത്താവായ ഈശോയെ, ഈ അപ്പത്തിൽ മറിഞ്ഞിരിക്കുന്ന അവിടുത്തെ സജീവമായ സാന്നിധ്യം ഞങ്ങളൊന്ന് ചേർന്ന് വിശ്വാസത്തോടെ ഏറ്റുപറയുന്നു. കർത്താവേ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി, പല ഭവനങ്ങളിലായി ശരീരം കൊണ്ട് അകന്നാണെങ്കിലും ആത്മാവ് കൊണ്ട് ഒന്നിച്ച് കൂട്ടിച്ചേർക്കപ്പെട്ട് ഒത്തിരി സഹോദരി സഹോദരന്മാർ ഇപ്പോൾ അവിടുത്തെ മുഖത്തേക്ക് നോക്കി അങ്ങയെ ആരാധിക്കുകയാണ്, സ്തുതിക്കുകയാണ്. അവിടുത്തെ സന്നിധിയിൽ അവരുടെ ഹൃദയ വിചാരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞു, നീ ദൈവത്തെ ആശ്രയിച്ചിട്ട് നിനക്കെന്ത് കിട്ടി എന്ന് ചോദിച്ച് മറ്റുള്ളവർ നിന്നെ കളിയാക്കുവാൻ നിന്റെ ദൈവം അനുവദിക്കുകയില്ല. എന്തെന്നാൽ നിന്നോട് കരുണ കാണിക്കാൻ അവിടുന്ന് ഒരവസരം കണ്ടെത്തും. ഓ കർത്താവേ, നിന്നെ ആശ്രയിക്കുന്നവരെ ലജ്ജിതരാകാൻ അനുവദിക്കാതെ അവരോട് കരുണ കാണിക്കുന്ന ദൈവമാണ് അവിടുന്ന്. ഞങ്ങൾ വിശ്വാസത്തോടെ സന്തോഷത്തോടെ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷകനും നാഥനും ദൈവവുമായി അങ്ങയെ ഞങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദിവസം തന്നെ അവിടുന്ന് തന്ന ഏറ്റവും വലിയ ദാനമാണല്ലോ. അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കിട്ടിയ അവസരം അവിടുന്ന് തന്ന ദാനമാണല്ലോ. കർത്താവേ, അതുകൊണ്ട് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും ഹൃദയത്തിൽ ചേർത്തുകൊണ്ട്, ആത്മാവിൽ ചേർത്തുകൊണ്ട്, പ്രാർത്ഥനയിൽ ചേർത്തുകൊണ്ട് അവിടുത്തെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഓ കർത്താവേ, ഞങ്ങളെല്ലാവരുടെ മേലെ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചുണ്ടുകൾ ഒന്ന് അനക്കിക്കൊണ്ട് ഈശോയ്ക്ക് നമുക്കൊരു ആരാധന, ഒരു സ്തുതി, ഒരു നന്ദി സമർപ്പിക്കാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം, ഈശോ ആരാധന. ഈശോയെ പരിശുദ്ധാത്മാവിലൂടെ
ഞങ്ങളുടെ ഹൃദയത്തിലും അധരത്തിലും പ്രാർത്ഥന നിക്ഷേപിക്കണമേ. അങ്ങയെ സ്തുതിക്കുന്ന പ്രാർത്ഥനകൾ, ആരാധിക്കുന്ന പ്രാർത്ഥനകൾ, നന്ദി പറയുന്ന പ്രാർത്ഥനകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കണമേ. അത് ഞങ്ങളുടെ അധരങ്ങളിലൂടെ ഇപ്പോൾ പുറത്തു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന അവിടുത്തെ കാതുകളിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മലകമാരുടെയും വിശുദ്ധരുടെയും കീർത്തനങ്ങളോട് ചേർന്ന് ഞങ്ങളുടെ സ്തുതി ആരാധനകൾ, ഞങ്ങളുടെ നന്ദികൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ മഹത്വം, ഈശോ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്ന് പാടും ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്ന് പാടും ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കർത്താവേ, പ്രാർത്ഥനയുടെ മുഴുവൻ സമയത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവിലൂടെ ഞങ്ങളെ നയിക്കണമേ. ആത്മാവിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. ആത്മാവിലൂടെ ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ആത്മാവിലൂടെ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഞങ്ങളുടെ മനസ്സ് പതറാതെ, ആത്മാവ് തളർന്നു പോകാതെ, പല വിചാരങ്ങൾ ഞങ്ങളെ വേട്ടയാടാതെ, ദുഷ്ടാരൂപികൾ ഞങ്ങളെ ഉപദ്രവിക്കാതെ അവിടുത്തെ നാമത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധ മാതാവേ, പിതാവേ, സ്വർഗവാസികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മുഖദൂതനായ വിശുദ്ധ മിഖായേലെ ദൂതന്മാരുടെ സംരക്ഷണവും കാവലും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് ഒരു ചെറിയ ഭാഗം വായിച്ചുകൊണ്ട് ഒരു ചിന്തയിലേക്ക് കടക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതലുള്ള വചനങ്ങളാണ് ഇവിടെ വായിക്കുന്നത്. അന്ന് സായാഹ്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ വിട്ട് അവനിരുന്ന വഞ്ചിയിൽ തന്നെ അവരെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വള്ളങ്ങളും കൂടെയുണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റ് ഉണ്ടായി. തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞ് അടിച്ചു കയറി. വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. യേശു അമരത്ത് തലവണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗവനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, പ്രശാന്തത ഉണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നതെന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുവല്ലോ. പ്രിയപ്പെട്ടവരെ, വായിച്ചു കേട്ട സുവിശേഷത്തിലെ ഒരു വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ നമുക്ക് കൊണ്ടുവരാം. അത് മർക്കോസ് 4:39. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 39-ാമത്തെ വചനം. അടങ്ങുക, ശാന്തമാവുക. അടങ്ങുക, ശാന്തമാവുക. നമുക്കെല്ലാം കടല്
പരിചയമുള്ളത്. നമ്മളൊക്കെ കടൽ തീരത്ത് പോയിട്ടുള്ളവരാണ്. നമ്മളങ്ങനെ കടൽ തീരത്ത് നിൽക്കുമ്പോൾ ഒരു വലിയ തിര ആഞ്ഞടിച്ച് വരുന്നത് കണ്ടാൽ നമ്മളൊക്കെ അവിടെ നിന്ന് ഓടി മാറും പേടിച്ചിട്ട്. എന്നാൽ ഇത്തരം തിരമാലകളുടെ മുകളിൽ കൂടി കൊച്ചു കൊച്ചു വള്ളങ്ങൾ തുഴഞ്ഞ് പാവപ്പെട്ട മുക്കുവന്മാർ നീങ്ങുന്നത് കാണുമ്പോൾ നമ്മൾ ഉള്ളിലെങ്കിലും വിചാരിച്ചിട്ടുണ്ട്, എന്ത് ധൈര്യമുണ്ടെങ്കിലാണ് ഇത് സാധിക്കാമെന്ന്. തീർച്ചയായിട്ടും വലിയ ധൈര്യവും അനുഭവസമ്പത്തുമുണ്ടെങ്കിൽ ഇത് സാധിക്കത്തുള്ളൂ. അങ്ങനെ ദിനരാത്രങ്ങൾ കടലിൽ കഴിച്ച് ഒട്ടനവധി കാറ്റിനോടും കോളിനോടും തിരമാലകളോടും മല്ലിട്ട് പഠിച്ച മുക്കുവന്മാർ പോലും പലപ്പോഴും പതറിപ്പോകാറുണ്ട്, അപകടത്തിൽപ്പെട്ട് മരിക്കാറുണ്ട്. എല്ലാ വർഷവും ഇത്തരം സംഭവങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ സാധാരണ കടലിനേക്കാളും കാറ്റിനും കോളിനും കുപ്രസിദ്ധമായിരുന്നു ഗലീലിയ തടാകം. ഈ തടാകത്തിലൂടെ നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന യേശുവിൻ്റെ വാക്ക് കേട്ട് യാത്ര പുറപ്പെട്ട അപ്പസ്തോലന്മാർ അവരഭിമുഖീകരിച്ച അപകടം, യേശു അവിടെ ചെയ്ത അത്ഭുതം, ഇതൊക്കെയാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, ഈ സ്ലീഹന്മാരിൽ അധികം പേര് മുക്കുവന്മാരായിരുന്നു. ഇതേ ഗലീലിയ തടാകത്തിൽ അനേക കാലം മീൻ പിടിച്ചവർ. അനുഭവമുണ്ട്, മീൻപിടുത്തക്കാരെന്ന അനുഭവമുണ്ട്, ഗലീലിയ തടാകത്തിലെ അനുഭവങ്ങളുണ്ട്. ഇവിടെ കാറ്റും കോളും വന്നപ്പോൾ അവരൊരു ആത്മവിശ്വാസം കാണിച്ചു. ഇത് ഞങ്ങൾക്ക് പരിചയമുള്ളതാ, ഈ കാറ്റും കോളുമൊക്കെ, ഇതിനെ അതിജീവിക്കാൻ ഞങ്ങൾക്ക് കഴിയും. അവിടെ ഒരു തരം ഒരു കൂസലില്ലായ്മ, അവരുടെ തന്നെ ശക്തിയെ ആശ്രയിക്കുന്ന ഒരു മനോഭാവം അവർ കാണിച്ചു. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ കടൽ രൂക്ഷമായി, തിര ശക്തിപ്പെട്ടു, വള്ളം മുങ്ങി മരിക്കുമെന്ന് ബോധ്യം വന്നപ്പോഴാണ് ആ വള്ളത്തിൽ യേശുക്രിസ്തു ഉണ്ടല്ലോ എന്നവർ ഓർത്തത്. അവർ യേശുവിനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് ചോദിച്ചു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോണത് നീ കാണുന്നില്ലേ? നിനക്ക് ഞങ്ങളെപ്പറ്റി വിചാരമില്ലേ? പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യത്തിൻ്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഓർക്കണം. ഒന്ന്, യേശുവും ഈ അപ്പോസ്തലന്മാരും കൂടി നടക്കുമ്പോൾ ആളുകൾ ചോദിക്കാതെ തന്നെ ഈ യേശു അങ്ങോട്ട് എന്ന് അത്ഭുതം ചെയ്യുന്നത് ഇവർ കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് അപ്പം വർദ്ധിപ്പിച്ചത്. ഇവിടെ നീ പറഞ്ഞിട്ട് വീടും കുടുംബവും ജോലിയും എല്ലാം വിട്ട് നിൻ്റെ കൂടെ വന്ന ഞങ്ങൾ ഒരപകടത്തിൽ പെടുമ്പോൾ നീ എന്നിട്ട് എന്തേ ഞങ്ങളെ പരിഗണിക്കാത്തത്? എന്താണ് ഞങ്ങളോടൊരു മൈൻഡ് കാണിക്കാത്തത്? രണ്ടാമത്തെ ഒരു കാര്യം, ഈ യാത്ര ആരംഭിച്ചത് തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടല്ല, നീ പറഞ്ഞിട്ടാ. നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് നീയാണ് ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങളതിനോട് കൂട്ടിച്ചേർന്നതേ ഉള്ളൂ. എന്നിട്ട് ഞങ്ങളിവിടെ മുങ്ങി മരിക്കാൻ തുടങ്ങുമ്പോൾ നീ തോണിയിൽ ഉണ്ടായിട്ടും എന്തേ ഞങ്ങളെ ഒന്ന് പരിഗണിക്കാത്തത്? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവരാ ചോദ്യം ചോദിച്ചത്. നിനക്ക് ഞങ്ങളെപ്പറ്റി വിചാരമില്ലേ? നിങ്ങൾക്ക് മനസ്സിലായി കാണും ആ ചോദ്യത്തിൻ്റെ പിന്നിലെ വേദനയുടെ ആധിക്യം, പരാതിയുടെ പരിഭവത്തിൻ്റെ ആധിക്യം. ഏതെങ്കിലുമാകട്ടെ, ഉറക്കം തളഞ്ഞ് എഴുന്നേറ്റ യേശു കരമുയർത്തി രണ്ട് വാക്കുകൾ പറഞ്ഞു, രണ്ട് വാക്കുകൾ. ഒന്ന് അടങ്ങുക, രണ്ട് ശാന്തമാവുക. അപ്പം മൂന്ന് കാര്യങ്ങൾ അടങ്ങി. ഒന്ന് കൊടുങ്കാറ്റ് ശമിച്ചു, രണ്ട് തിരമാലകൾ അടങ്ങി, മൂന്ന് സ്ലീഹന്മാരുടെ മനസ്സ് ശാന്തമായി. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ ഉയർത്തപ്പെട്ട കരത്തിൻ്റെ കീഴിൽ അടങ്ങുക, ശാന്തമാവുക എന്ന അവൻ്റെ കൽപ്പനയുടെ കീഴിൽ പ്രകൃതിയും മനുഷ്യൻ്റെ മനസ്സും ശാന്തമാവുകയാണ്. പ്രകൃതിയും മനുഷ്യൻ്റെ മനസ്സും ശാന്തമാവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ഓർത്തു നോക്കുക, ഈ കടലിനേക്കാൾ തിരയടിക്കുന്ന എന്തെങ്കിലും ഒന്ന് ഈ ലോകത്തുണ്ടോ? ഉണ്ടല്ലോ. അതിൻ്റെ പേരല്ലേ മനുഷ്യൻ്റെ മനസ്സ്. എൻ്റെയും നിങ്ങളുടെയും മനസ്സ്. ഒടുങ്ങാത്ത തിരകൾ അവിടെ ആഞ്ഞടിക്കുന്നില്ലേ? ചിലപ്പോൾ വലുത്, ചിലപ്പോൾ ചെറുത്.
ചിലപ്പോൾ ശക്തമായ വേലിയേറ്റം തന്നെ ഉണ്ടാകാറില്ലേ? ജീവിതത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണം, എങ്ങോട്ട് തിരിയണമെന്നറിയാതെ പതറിപ്പോകുന്ന, മുങ്ങി മരിക്കാൻ പോകുന്ന അനുഭവം നമുക്കുണ്ടാകുന്നില്ലേ? സ്ലിഹന്മാർക്ക് ഈ വഞ്ചി അപകടമുണ്ടായത് വളരെ ആകസ്മികമാണ്, അപ്രതീക്ഷിതമാണ്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും പല പ്രതിസന്ധികളും ഉണ്ടാകുന്നത് നമ്മൾ മുൻകൂട്ടി കാണാത്ത വിധത്തിലാണ്. ഇപ്പോൾ പകർച്ചവ്യാധി വന്നിരിക്കുന്നു, നമ്മൾ മുൻകൂട്ടി കണ്ടതല്ല. ഞാൻ ഓർക്കെ ഒരു കർഷകൻ ഓണം കണക്കാക്കി നട്ട വാഴ ഒരു രാത്രിയിലെ കാറ്റിന് 3000 വാഴ പൊടിഞ്ഞു പോയി. അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ കൊടുങ്കാറ്റിൻ്റെ ആഴം എത്രയാ? ഒരു മനുഷ്യൻ ചുമയായിട്ട് ഡോക്ടറെ കാണാൻ പോയതാ. ഡോക്ടർ പറഞ്ഞൊന്ന് മെഡിക്കൽ കോളേജിൽ കാണിച്ചേക്ക്. മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ പറഞ്ഞൊന്ന് ക്യാൻസർ വാർഡിൽ കാണിച്ചേക്ക്. ക്യാൻസർ വാർഡിൽ ചെന്നപ്പം പറയുന്നു തൊണ്ടയ്ക്ക് ക്യാൻസറാണ്. നമുക്കൊക്കെ വിചാരിക്കാതെ കേട്ട കാര്യമാണ്. മനസ്സിലുണ്ടാകുന്ന കൊടുങ്കാറ്റ് എത്രയാണ്? പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുക, ജോലി കിട്ടാമെന്ന് വെച്ചത് കിട്ടാതിരിക്കുക, വീസ പോലും കൈക്കിട്ട് ടിക്കറ്റ് എടുത്ത് വെച്ചിട്ട് വിദേശത്തേക്ക് പോകാനിരുന്നത് ആ യാത്ര മുടങ്ങുക, കല്യാണം മുടങ്ങുക. ഒരു വീട്ടിൽ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ദിവസം രാത്രി ഭാര്യ ഭർത്താവിൻ്റെ മുറിയിലേക്ക് പാലും ഒക്കെ ആയിട്ട് ചെന്നു. അങ്ങേരെ ആ പാല് വാങ്ങി മേശപ്പുറത്ത് വെച്ചു. അങ്ങേരെ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സിഗരറ്റ് കുത്തിയെടുത്തിട്ട് ആ ഭാര്യയുടെ വയറിനിട്ട് ഒരൊറ്റ കുത്താണ്, ആ തീ കൊണ്ട് പൊള്ളിക്കുക. ആ സ്ത്രീയുടെ മനസ്സിലാകുന്ന കൊടുങ്കാറ്റ് എത്രയാ? ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ എണ്ണിപ്പറഞ്ഞാൽ എങ്ങനെ ഒരുപാട് വിചാരിക്കാത്ത തിരമാലകൾ, കൊടുങ്കാറ്റുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ കടന്നു പോകുന്ന ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ഒരിക്കലും വിചാരിക്കാത്ത ശക്തമായ, നമ്മളെ തന്നെ മുക്കിക്കളയുന്ന പ്രതിസന്ധികൾ, തിരമാലകൾ പല രൂപത്തിൽ നമ്മളെ വലയം ചെന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതമാകുന്ന തോണി മുങ്ങിത്താഴുന്ന ഒരവസരം നമ്മൾ ഇങ്ങനെ ഭയപ്പെട്ടിരിക്കുക. എന്ത് ചെയ്യണം ഒരു പിടിയില്ല, എങ്ങോട്ട് തിരിയണം ഒരു പിടിയില്ല, ആര് സമാധാനം തരും ഒരു പിടിയുമില്ല. ആരെ ആശ്രയിച്ചാലും ആരിലേക്ക് നോക്കിയാലും എല്ലാവരും നമ്മളെപ്പോലെ പ്രതിസന്ധിയില്ല. എല്ലാവരുടെയും ഉള്ളിൽ തീയാണ്, കൊടുങ്കാറ്റാണ്, വേദനയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു രക്ഷകനായ ദൈവമുണ്ട്. കൊടുങ്കാറ്റിനെ അടക്കിയ, തിരമാലകളെ ശാന്തമാക്കിയ, സ്ലീഹന്മാരുടെ മനസ്സിനെ ശാന്തമാക്കിയ ഒരു യേശു നമുക്കുണ്ട്. നമുക്ക് നമ്മുടെ ആ ജീവിതത്തെ ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കാം. എന്നിട്ട് നമുക്ക് പറയാം, കർത്താവേ, എൻ്റെ ജീവിതമാകുന്ന ഈ കൊതുമ്പ് വെള്ളം തുഴഞ്ഞ് ജീവിതത്തിൻ്റെ മറുകരയിലേക്ക് ഞാൻ യാത്ര പോവുകയായിരുന്നു, അഥവാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് കർത്താവെ ഈ പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിൽ വന്നത്, എൻ്റെ കുടുംബത്തിലേക്ക് വന്നത്, ഈ തിരമാലകൾ ആഞ്ഞടിക്കുന്നത്, ഈ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുന്നത്, ഈ കുടുംബബലം യാത്ര മുടങ്ങി ഇവിടെ മുങ്ങിത്താഴാൻ തുടങ്ങുന്നത്. ഓ ദൈവമേ, എനിക്ക് വള്ളത്തെ രക്ഷിച്ച് അക്കരെ എത്തിക്കാൻ പറ്റുന്നില്ല, സഹായിക്കാൻ ആരുമില്ല ദൈവമേ. അതുകൊണ്ട് കർത്താവേ, നീ എനിക്ക് വേണ്ടി നിന്റെ കരം ഒരിക്കൽ കൂടി ഉയർത്തണമേ. ആ വള്ളത്തിൽ വെച്ച് അന്ന് നീ പറഞ്ഞ ആ 2 വാക്കുകൾ എനിക്ക് വേണ്ടി നീ ഒരിക്കൽ കൂടി ഉച്ചരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടങ്ങുക, ശാന്തമാവുക എന്ന വാക്ക്. പ്രിയപ്പെട്ടവരെ, കൊണ്ട് നമുക്ക് ആ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. അവൻ നമ്മുടെ കൂടെയുണ്ട്, അവൻ നമ്മുടെ ഹൃദയത്തിലുണ്ട്. അവനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഒന്ന് നിശബ്ദമായിരിക്കുക, ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് കണ്ണുകൾ അടയ്ക്കുക, കർത്താവിനെ മനക്കണ്ണുകൊണ്ടൊന്ന് കാണുക. ആ സ്ലീഹന്മാർ ഈശോയോട് ചോദിച്ചല്ലോ, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോണം നീ കാണുന്നില്ലേ? നിനക്ക് ഞങ്ങളെപ്പറ്റി വിചാരമില്ലേ? ഈശോയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട്, അഥവാ കണ്ണുകൾ അടച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, ഈശോയോട് ഒന്ന് പറയാം, കർത്താവേ, ഇതാണ് ഞാൻ കടന്നു പോകുന്ന അവസ്ഥകൾ, ഇതാണ് എൻ്റെ പ്രതിസന്ധികൾ, ഇത് നീ കാണുന്നില്ലേ? എന്നോടൊന്ന് കരുണ കാണിക്കണമേ, എനിക്ക് വേണ്ടി നിന്റെ കരമൊന്ന് ഉയർത്തണമേ. അടങ്ങുക, ശാന്തമാവുക എന്ന് എൻ്റെ മനസ്സിലെ തിരമാലകളോട്, കൊടുങ്കാറ്റുകളോട് ഒന്ന് കൽപ്പിക്കണമേ. എൻ്റെ ജീവിതമാകുന്ന വഞ്ചിയെ വീണ്ടും ഒന്ന് സാധാരണ അവസ്ഥയിലേക്ക് നീ കൊണ്ടുവരണമേ. കടൽ ശാന്തമാകട്ടെ, സാഹചര്യങ്ങൾ അനുകൂലമാകട്ടെ, കൊടുങ്കാറ്റുകൾ കെട്ടടങ്ങട്ടെ, ഈ കൊതുമ്പ് വെള്ളം ശാന്തമായി മറുകരയിലേക്ക് പോകട്ടെ. അതിനായി നീ കരമുയർത്തണമേ.
നീ അനുഗ്രഹിക്കണമേ. ആ 2 വാക്കുകൾ എനിക്ക് വേണ്ടി ഒരിക്കൽ കൂടി കൽപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നിശബ്ദതയിലിരുന്നിട്ട് നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ദിവസത്തേക്ക് ആവശ്യമായ അനുഗ്രഹം എനിക്ക് തരണമേ, ശക്തി തരണമേ. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഭയപ്പെടുന്ന, നാളെ ഞാൻ ഭയപ്പെടുന്ന കൊടുങ്കാറ്റുകൾ, തിരമാലകൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അല്പസമയം പ്രാർത്ഥനയിലായിരിക്കാം. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ കർത്താവായ ഈശോയെ, രക്ഷകനായ ദൈവമേ, ഒരിക്കൽ കൂടി അവിടുത്തെ സർവശക്തി ഞങ്ങൾ ഏറ്റുപറയുന്നു. അന്ന് സ്ലീഹന്മാരെ യാത്ര ചെയ്ത ആ വള്ളത്തിൽ കിടന്നുറങ്ങിയ, അവരെ വിളിച്ചെഴുന്നേൽപ്പിച്ചവ എഴുന്നേറ്റ, അവർക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തിയ, അടങ്ങുക ശാന്തമാവുക എന്ന് കൽപ്പിച്ച എൻ്റെ ദൈവമായ കർത്താവാണ് ഈ ഒപ്പത്തിൽ ഇരിക്കുന്നതെന്ന് ഹൃദയം കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, അധരം കൊണ്ട് ഞാൻ ഏറ്റുപറയുന്നു. ഓ കർത്താവേ, ആ അപ്പോസ്തലന്മാരുടെ അവസ്ഥയിലൂടെയാണ് ഇന്ന് എൻ്റെ ജീവിതം കടന്നു പോകുന്നതെന്ന് അവിടുന്ന് കാണുന്നുണ്ടല്ലോ കർത്താവേ. അതുകൊണ്ട് എൻ്റെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട്, കൊടുങ്കാറ്റുകളെ സമർപ്പിച്ചുകൊണ്ട്, തിരമാലകളെ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ഒരു ഇടപെടലിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓ കർത്താവേ സ്തോത്രം, യേശുവേ നന്ദി, ദൈവമേ സ്തോത്രം, ദൈവമേ മഹത്വം, ദൈവമേ നന്ദി. കർത്താവേ, നിന്നെ ആശ്രയിക്കുന്നവരെ നീ രക്ഷിക്കുന്നല്ലോ ദൈവമേ. കർത്താവേ, പല വിധത്തിലുള്ള കൊടുങ്കാറ്റുകളെ അഭിമുഖീകരിക്കുന്ന സഹോദരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, കുടുംബത്തിൽ അസ്വസ്ഥത അനുഭവിക്കുന്ന, കുടുംബ കലഹങ്ങൾ കാരണം മുങ്ങിത്താഴുന്ന, സങ്കടപ്പെടുന്ന, തിരമാലയിലൂടെ കടന്നു പോകുന്ന എല്ലാ സഹോദരങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബങ്ങളെ നീ രക്ഷിച്ച് അനുഗ്രഹിക്കണമേ. ആ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട മനസ്സിലുള്ള തിരമാലകളെ, കൊടുങ്കാറ്റുകളെ നീ അടക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈ രണ്ടോട് ചേർന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ കർത്താവേ, ശാന്തമാക്കണമേ, എൻ്റെ മനസ്സിനെ ശാന്തമാക്കണമേ. ഹല്ലേലൂയ. കർത്താവേ, യേശുവേ, രക്ഷകാ രക്ഷിക്കണേ, രക്ഷകാ രക്ഷിക്കണേ, രക്ഷകാ രക്ഷിക്കണേ, രക്ഷകാ രക്ഷിക്കണേ. കർത്താവേ, സാമ്പത്തികമായി തകർന്നു പോയ കുടുംബങ്ങളുണ്ട്. ജോലി നഷ്ടപ്പെട്ടിട്ട്, ജോലി കിട്ടാതെ, വരുമാന മാർഗങ്ങളില്ലാതെ, കടം വീട്ടാൻ നിവൃത്തിയില്ലാതെ, കടക്കാരുടെ ശല്യം മൂലം വിഷമിക്കുന്ന സഹോദരങ്ങളും കർത്താവെ അക്ഷരാർത്ഥത്തിൽ മുങ്ങിത്താഴുന്ന അവസ്ഥയിലാണ്. അവരുടെ മേൽ കരുണയായിരിക്കണമേ. നിന്റെ സമ്മതതയിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ളത് നൽകണമേ. അവരുടെ മനസ്സിന് ശാന്തത നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും ഞങ്ങൾ ആവർത്തിക്കുന്നു. കർത്താവേ സ്തോത്രം. രക്ഷിക്കണേ, രക്ഷകാ രക്ഷിക്കണേ, രക്ഷകാ രക്ഷിക്കണേ, രക്ഷകാ രക്ഷിക്കണേ. കർത്താവേ, വിവിധങ്ങളായ രോഗങ്ങളും പകർച്ചവ്യാധിയും മൂലം വിഷമിക്കുന്ന വ്യക്തികളും കുടുംബങ്ങളുമുണ്ട്. ജീവിതത്തിന്റെ, കുടുംബത്തിന്റെ താളം തെറ്റിയവരുണ്ട്. കർത്താവേ, അവരുടെ മേൽ നിന്റെ കരം നീട്ടി അവരെ പൗരിയെടുക്കണമേ, അവരെ രക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷകാ രക്ഷിക്കണേ, രക്ഷകാ രക്ഷിക്കണേ, രക്ഷകാ രക്ഷിക്കണേ, രക്ഷകാ രക്ഷിക്കണേ. നമ്മുടെ ഇന്നത്തെ എല്ലാ പ്രവൃത്തികളും, നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും, നമ്മുടെ ആഗ്രഹങ്ങളും നിയോഗങ്ങളും എല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം. കർത്താവേ, അവിടെ നിന്ന് എന്നെ നയിക്കണമേ, കൊടുങ്കാറ്റില്ലാതെ ഇന്നത്തെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമേ എന്ന് ഈശോയോട് നമുക്ക് നിശബ്ദതയിൽ പ്രാർത്ഥിക്കാം. ഓ കർത്താവേ, നിശബ്ദതയിൽ നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഹൃദയം ഉയർത്തി, കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഞാൻ കാണുകയാണ്. അവരെ നിന്റെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ്. അവരുടെ മനസ്സ് ശാന്തമാകട്ടെ, അവരുടെ മനസ്സ് ശാന്തമാകട്ടെ, അവരുടെ മനസ്സിൽ പ്രത്യാശ ഉണ്ടാകട്ടെ, ശാന്തതയുണ്ടാകട്ടെ, സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ടാകട്ടെ. കർത്താവ്, ഇന്നത്തെ ദിവസം ഈ കൊതുമ്പ് വെള്ളം തിരമാലയിൽ പെടാതെ, അടിയുലയാതെ തുഴയുവാനുള്ള ഒരു വലിയ കൃപ
എല്ലാവർക്കും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഇന്നെല്ലാവരെയും നയിക്കുന്നതോർത്ത്, സംരക്ഷിക്കുന്നതോർത്ത്, തിരമാലകളെ നീക്കിക്കളയുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ ഒരിക്കൽ കൂടി നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നമുക്ക് തലകുനിച്ച് കർത്താവിൻ്റെ ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങാം. ഗാനം ആലപിച്ച് കർത്താവിൻ്റെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചു ഒരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന 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 യേശുവേ. ആരാധന 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 സ്നേഹമേ. ആരാധന 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 സൗഖ്യമേ. ആരാധന 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 യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ ഉണ്ടായിരിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവ് നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, നയിക്കട്ടെ. ദിവസം നിങ്ങൾക്കെല്ലാവർക്കും നല്ലതാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.